ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവമായ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 8ാം പതിപ്പിൻ്റെ 3ാം ദിനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വേദി 1 അക്ഷരത്തിൽ അടുത്ത സെഷനിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അടുത്ത സെഷൻ ടെയിൽസ് ഓൺ എയർ, തപോമിയുടെ അച്ഛൻ, നോവൽ സംവാദം. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഇ സന്തോഷ് കുമാർ, കെ സുരേഷ് കുറുപ്പ്, മാധവി പുതുമന. ഇ സന്തോഷ് കുമാർ ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്. അന്ധകാരനാഴി, ജ്ഞാനഭാരം, തപോമിയുടെ അച്ഛൻ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. നിരവധി ഭാഷകളിൽ അദ്ദേഹത്തിൻ്റെ രചനകൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. കെ സുരേഷ് കുറുപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ മാർക്സിസ്റ്റ് അംഗമാണ്. മാധവി പുതുമന വോയിസ് ആർട്ടിസ്റ്റ്, ദേശീയ തലത്തിൽ വൺ ആക്ട് പ്ലേ, സ്കിറ്റ് എന്നിവയിൽ സ്വർണ്ണ മെഡലുകൾ നേടിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഇ സന്തോഷ് കുമാർ, കെ സുരേഷ് കുറുപ്പ്, മാധവി പുതുമന ഇവരെ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു ദ ടോക്ക്. ഹലോ ചെക്ക്, ഹലോ. തപോമയുടെ അച്ഛൻ, രചന ഇ സന്തോഷ് കുമാർ. ഗോപാൽ ബറുവ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഇപ്പോഴും തപോമയെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഞാൻ ഗോപാൽ ബറുവയെയും ഓർക്കും. അദ്ദേഹവുമായി ചെലവഴിച്ചിരുന്ന ചില സായാഹ്നങ്ങൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ പങ്കിട്ടിരുന്ന ചില സവിശേഷമായ ഇഷ്ടവിഷയങ്ങൾ. വിഷയങ്ങളെന്ന് ഒരാവേശത്തിന് പറഞ്ഞെന്നേ ഉള്ളൂ. സംഗതി ബഹുവചനമല്ല, ശരിക്കും ഒരേ ഒരു വിഷയം. അതിൽ ദീർഘകാലത്തെ പഠനങ്ങൾ കൊണ്ടും പരിശീലനം കൊണ്ടും അദ്ദേഹം സ്വായത്തമാക്കിയിരുന്ന അറിവുകൾ. ഒരിക്കലും എനിക്ക് മനസ്സിലാക്കാനാവാതിരുന്ന ചില പ്രശ്നങ്ങൾ അദ്ദേഹം എളുപ്പം ഒറ്റ നോട്ടത്തിൽ തന്നെ പരിഹരിച്ചു. നേരെ മറിച്ചുള്ള കാര്യവും ശരിയാണ്. ഗോപാൽ ബറുവയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില നിഗൂഢതകളെ ഇഴപിരിക്കാൻ ഞാൻ പരിശ്രമിച്ചതും ഈ പരിശീലനം കൊണ്ടായിരുന്നു. അദ്ദേഹം പറയാൻ മടിച്ചിരുന്ന, അല്ലെങ്കിൽ തന്നോടൊപ്പം മണ്ണടിഞ്ഞു പോവട്ടെ എന്ന് കരുതിയിരുന്ന രഹസ്യങ്ങൾ ഇപ്പോൾ തപോമയുടെ ആശംസാക്കാരുടെ കിട്ടിയപ്പോൾ ഞാനതെല്ലാം ഓർക്കുന്നു. എങ്കിലും അദ്ദേഹം മറന്നുകളയാൻ ആഗ്രഹിച്ച ഒരു ജീവിതത്തിൻ്റെ ഗുഹാലിഖിതങ്ങളിലേക്കുള്ള ഒരു താക്കോൽ വാക്യം ഇപ്പോൾ തപോമയുടെ കയ്യിലും ഉണ്ടല്ലോ എന്ന ചെറിയൊരു ആശങ്ക എന്നെ ഇപ്പോൾ കുഴക്കുന്നുണ്ട്. ഒരുപക്ഷെ അയാളത് എവിടെ നിന്നെങ്കിലും പകർത്തി എഴുതിയതാവാം എന്ന് ഞാൻ ആശ്വസിക്കാൻ ശ്രമിച്ചു. ഒരു ചെറിയ സന്ദേശത്തിനപ്പുറത്ത് കൂടുതലൊന്നും അയാൾ എഴുതിയിട്ടില്ലല്ലോ എന്ന ആശ്വാസം. കുറച്ചു കാലത്തെ കൗതുകം കഴിയുമ്പോൾ അതെല്ലാം മറന്നുപോകാം. വിശേഷിച്ചും തപോമയെ പോലെ ഇരിക്കപ്പുറതിയില്ലാത്ത വിധം തിരക്കുകളിൽ മുഴുകുന്ന ഒരാൾ. എൻ്റെ സ്മരണകളിൽ ഇപ്പോൾ നിറയുന്നത് തിരക്കുകൾ സാന്ദ്രമാക്കിയ ആ ഒരു കാലമാണ്, അന്നത്തെ അനുഭവങ്ങളാണ്. അതിൽ തപോമയി നിറഞ്ഞു നിൽക്കുന്നു. അതേസമയം അയാൾ മാത്രമായിട്ടല്ല, തപോമയി ഒപ്പം കൂട്ടിയ അഭയാർത്ഥികളുണ്ട്. അവരുടെ ജീവിതവും അതിജീവനവുമുണ്ട്. ഓർത്തു നോക്കിയാൽ ഏറ്റവും വലിയൊരു അഭയാർത്ഥി എന്ന് പറയാവുന്ന ഗോപാൽ ബറുവയുണ്ട്. അദ്ദേഹം വിട്ടുപോകുന്ന ദേശങ്ങളും മനുഷ്യരും, അതുപോലെ തന്നെ പിന്നീട് എത്തിച്ചേർന്ന ദേശങ്ങളും മനുഷ്യരുമെല്ലാം പരസ്പരം ഇഴചേർന്നു നിൽക്കുന്നു. ആദ്യമായി ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലേക്ക് എന്നെ ക്ഷണിച്ച JVDCക്കും ഇതിൻ്റെ ഇതര ചുമതലക്കാർക്കും ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ്. തികഞ്ഞ സന്തോഷത്തോടെയാണ് സന്തോഷ് കുമാറുമായിട്ടുള്ള ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്നത്. കാരണം
സന്തോഷ് കുമാർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ്. മാത്രവുമല്ല, ഈ തപോമയിയുടെ അച്ഛൻ എന്നുള്ള നോവല് എല്ലാ കാലത്തെയും മലയാളത്തിലെ മികച്ച നോവലുകളിലൊന്നാണ് എന്ന് ഞാൻ കരുതുന്നു. മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള മികച്ച നോവലുകളുടെ കൂട്ടത്തിൽ എടുത്തു വെക്കാവുന്ന ഒരു നോവലാണ് തപോമയിയുടെ അച്ഛൻ. അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമായിട്ടാണ് KLF-ൻ്റെ വേദിയിൽ പ്രഖ്യാപിക്കുന്ന ഫെഡറൽ ബാങ്കിൻ്റെ അവാർഡ് ഇന്നലെ ഈ തപോമയിയുടെ അച്ഛന് ലഭിച്ചത്. അതിൻ്റെ ഞാൻ ആദ്യമായി സന്തോഷിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അഭിനന്ദിക്കുകയാണ്. ഈ നോവല് വളരെ പ്രത്യേകതകളുള്ള നോവലാണ്. ഒന്ന്, ഇത് ഒരു വശത്ത് മനുഷ്യരുടെ തീക്ഷ്ണമായ ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രതിപാദിക്കുന്ന ഒന്നാണ്. അവരുടെ ദുരിതങ്ങൾ, അവരുടെ കുറ്റബോധം, ഇതെല്ലാം ഒരു വശത്ത് പ്രതിപാദിക്കുമ്പോൾ മറുവശത്ത് ഇതിന് വലിയൊരു രാഷ്ട്രീയ മാനവുമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഈ നോവലിന് വേണ്ടി വലിയ ഗവേഷണം സന്തോഷ് കുമാർ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഗവേഷണം ഒരിക്കലും മുഴച്ചു നിൽക്കുന്നില്ല നോവലിൽ. അത് ഈ നോവലിൻ്റെ വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയതാണ്. ഇപ്പോൾ വലിയ മികച്ച നോവലുകൾ എന്ന് ഞാൻ കരുതുന്ന അമിതാഭ് ഘോഷിൻ്റെ ട്രിലജി വലിയ നോവലാണ്, വലിയ മികച്ച നോവലാണ്, യാതൊരു സംശയവുമില്ല. അതിൻ്റെ പേരിൽ നമുക്ക് ഒരു നോബൽ സമ്മാനം വരും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ആ ഗവേഷണം നമുക്കറിയാം അത് വായിക്കുമ്പോൾ. അതേപോലെ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള മറ്റൊരു നോവൽ അബ്രഹാം വർഗീസിൻ്റെ കവനൻ്റ് ഓഫ് വാട്ടർ, അതിനകത്ത് ഈ ഗവേഷണമുണ്ട്. ആ ഗവേഷണം മുഴച്ചു നിൽക്കുന്നതുകൊണ്ട് നോവൽ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് ആ ഗവേഷണം നടന്നു എന്നുള്ളത് ആ നോവൽ വായിക്കുമ്പോൾ അറിയാം. സന്തോഷ് കുമാർ ഈ നോവലിന് വേണ്ടി വലിയ ഗവേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലും ആ ഗവേഷണം നടത്തിയത് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഫീൽ ചെയ്യാതെ അതിങ്ങനെ ആ നോവലിൽ അത് മുഴുവൻ അദ്ദേഹം അത് പറയുന്നുണ്ട്. ഇതെങ്ങനെ സാധിച്ചു എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. വളരെ സന്തോഷം. ആദ്യമായി ശ്രീ കെ സുരേഷ് കുറുപ്പ് എന്ന ഞങ്ങളുടെ യൗവനത്തിലെ ഏറ്റവും വളരെ ആവേശമായിരുന്നൊരു നേതാവ് ഈ നോവൽ ചർച്ചയ്ക്ക് വരുന്നതിനുള്ള ഒരു സന്തോഷം പറയുന്നു. അത് ഞാൻ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ് DC ബുക്സിനെ കൊണ്ട്. അവരോട് നിർബന്ധിച്ച് അങ്ങനെ ഇവർ മന്ത്രിമാരി രാഷ്ട്രീയക്കാരൊക്കെ വിളിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ കൊടുത്തൊരു പേരാണ് ഇദ്ദേഹം ആയിരുന്നതിൽ വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ തിരക്കിൻ്റെ ഇടയിലാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. അതിനുള്ള സന്തോഷം അറിയിക്കുന്നു. 40 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേരള കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ആദ്യമായിട്ട് MP ആയി ജയിച്ചത് വെച്ചിട്ട് അവിടെ ഒരു ക്യാമ്പയിന് വേണ്ടി വന്നിട്ടുള്ള ഓർമ്മ എനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചിരുന്ന ചില ആളുകൾ അവിടെ അധ്യാപകരായിരുന്നു. അന്ന് ഗോപാലകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിൽ ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. അപ്പോൾ അദ്ദേഹം വന്നിട്ടുള്ള ഒരു ഓർമ്മയും കൂടിയാണ് ഞാനിപ്പോൾ പങ്കുവയ്ക്കുന്നു. ഇപ്പോൾ സാർ ചോദിച്ച ഈ സംഗതി ഗവേഷണം എന്നുള്ളത് ഹെമിംഗ്വേയുടെ ഒരു കാര്യമുണ്ട്. ഹെമിംഗ്വേ പറയും, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒരു ഐസ്ബർഗ് പോലെ സൂക്ഷിക്കണം. ഐസ്ബർഗ് മഞ്ഞുകട്ടയുടെ 1/7 ഭാഗം മാത്രമേ വെള്ളത്തിന് മുകളിൽ നിൽക്കുകയുള്ളൂ. ബാക്കിയുള്ളത് അങ്ങനെ അതിൻ്റെ താഴെ കിടക്കും. അതുപോലെ ആയിരിക്കണം നമ്മുടെ എഴുത്തിൽ എന്ന് പറയും. നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അതിലൊരു ചെറിയ ഭാഗം മാത്രമേ ഉപരിതലത്തിലേക്ക് വരാൻ പാടുള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ട്. ഞാൻ നേരത്തെ പറയാറുള്ളത് പോലെ ഒരു എഴുത്തുകാരൻ പരമാവധി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അയാളൊരു പണ്ഡിതനാവാതിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. പണ്ഡിതന് നോവൽ എഴുതാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ചിലർ ഇപ്പോൾ ഉമ്പർട്ടോ എക്കോ എന്നൊക്കെ പറയും, അതൊരു വേറെ തരത്തിലുള്ളൊരു ജോണറാണ്. സാധാരണ രീതിയിൽ ഈ പാണ്ഡിത്യം കൂടുന്നതോടുകൂടി ഏത് ഉപേക്ഷിക്കണം എന്നുള്ളൊരു ഗതിയില്ലാതെ മാറിപ്പോവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് പണിയെടുത്തിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും ഒരു പണ്ഡിതനല്ല എന്ന് ഞാൻ തുറന്നു പറയുന്നു. അതിൻ്റെ ഒരു രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ ഉപരിതലങ്ങളിലൂടെ സഞ്ചരിച്ചു പോയിട്ടുള്ള കുറച്ച് പണികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ലിപികളുടെ ഒരു ഗവേഷണം, അത് വലിയ പണ്ഡിതർക്ക് പോലും സാധിക്കാത്ത കാര്യമായതുകൊണ്ട് അതിലെനിക്ക് ഒന്നും ചെയ്യാനില്ല. ഞാൻ എൻ്റെ പുസ്തകങ്ങൾ കുറച്ച് വായിച്ചിട്ടുണ്ട്, കോഡുകളുടെ പുസ്തകം വായിച്ചിട്ടുണ്ട്. റോഹിംഗ്യൻ അഭയാർത്ഥികളെ പറ്റിയുള്ള ചില വലിയ ഫീച്ചറുകളും പുസ്തകങ്ങളും വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ നോവൽ എഴുതിയതിന് ശേഷം ഞാൻ ഡൽഹിയിൽ പോവുകയും അവിടെയുള്ള ഈ പറഞ്ഞ റോഹിംഗ്യ ക്യാമ്പുകളും അതുപോലെയുള്ള പല സ്ഥലങ്ങളും ഈ നോവലിൽ പറയുന്ന, ഡൽഹി എനിക്ക് പോയി മാത്രമേ പരിചയമുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി
ആഴത്തിൽ പഠിക്കാനായിട്ട് ഇങ്ങനെ എന്നെ സഹായിച്ച ആളുകളൊക്കെ ഇവിടെ കൂടെയുണ്ട്. അവരുടെ കൂടെ പോവുകയും ആവശ്യമുള്ള അപ്പോൾ എഴുതി വന്നതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും ഈ സംഗതികൾക്ക് ഉണ്ടായില്ല എന്നുള്ളൊരു സന്തോഷം കൂടി പറയാനാണ് ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഈ നോവല് വലിയൊരു രാഷ്ട്രീയ മാനമുള്ള നോവലാണ്. അഭയാർത്ഥി ജീവിതം, റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ ജീവിതമാണ് പറയുന്നതെങ്കിലും അതെങ്ങനെ നമുക്ക് മനസ്സിലാകും എന്നേ ഉള്ളൂ. അത് ഇങ്ങനെ എടുത്തു കാണിച്ച റോഹിംഗ്യൻ എന്നൊന്നും പറയുന്നില്ല. അതായത് ഈ അഭയാർത്ഥികളുടെ ദയനീയമായ ജീവിതം, അവർക്കെതിരായി ഓരോ രാജ്യത്തും നടക്കുന്ന പ്രചരണം, ഈ അഭയാർത്ഥി ക്യാമ്പിൽ നിന്നാണ് എല്ലാ കുറ്റകൃത്യങ്ങളും വരുന്നത്. അവിടെ പാകിസ്ഥാൻ ക്രിക്കറ്റിൽ ജയിച്ചപ്പോൾ പടക്കം പൊട്ടി എന്നുള്ള പ്രചരണം, മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള പ്രചരണം, ഇതെല്ലാം വളരെ സട്ടിലായിട്ട് പറഞ്ഞു പോവുകയാണ്. അങ്ങനെ സന്തോഷ് കുമാർ ഇതൊരു രാഷ്ട്രീയ നോവലാണ് എന്ന് കരുതുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വലിയ രാഷ്ട്രീയം, ഒരു മുദ്രാവാക്യം വിളിക്കാതെ വലിയ രാഷ്ട്രീയം പറയുന്ന ഒരു നോവലാണിത്. അങ്ങനെ ഈ നോവൽ വിലയിരുത്തപ്പെട്ടിട്ടുണ്ടോ? സന്തോഷ് കുമാറിന് അങ്ങനെ ആവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണോ ഇത് എഴുതിയത് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇതിലും ഈ പ്രശ്നങ്ങൾ മൂന്ന് പ്രമേയങ്ങൾ ഇതിൽ കൂട്ടിച്ചേർക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഒന്ന്, എല്ലാ എഴുത്തുകാരും എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രമേയം പാപബോധം എന്നുള്ളതാണ്, കുറ്റബോധം. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുന്നു, അത് തിരുത്താൻ കഴിയാത്തൊരു തെറ്റ്, അയാൾക്ക് ഇനി വിചാരിച്ചാലേ അതിലേക്ക് ഒരു റിക്കവറിയോ റീകൂപ്പിങ്ങോ അങ്ങനെ പറയുന്ന കാര്യമില്ലാത്തതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രമേയമുണ്ട്. അത് എല്ലാ എഴുത്തുകാരുടെ കയ്യിലും ഉണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യമാണ് ഈ ഗൂഢലിപികൾ ഉപയോഗിക്കുന്നത്. അതും ഒരു വേറെ രീതിയിൽ നമ്മളെ ആകർഷിക്കുന്ന ഒരു സംഭവമാണ്. മൂന്നാമത്തെ പ്രശ്നമാണ് ഈ അഭയാർത്ഥികൾ. ഇത് മൂന്നും കൂടി മിശ്രണം ചെയ്തുകൊണ്ട് ശരിയാവുമോ എന്നുള്ളൊരു ധാരണ, ഒരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. ഈ അഭയാർത്ഥികളുടെ വിഷയം എന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് പല അവസരങ്ങളിൽ ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ പോകാനുള്ള അവസരം, ഭാഗ്യം എന്ന് അല്ല പറയുക, അവസരം കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ തൊട്ടടുത്തുള്ള ബൈലക്കുപ്പ പോലെയുള്ള ടിബറ്റൻ അഭയാർത്ഥികളുടെ സ്ഥലമായാലും ഈ പാരീസിലുള്ള ശ്രീലങ്കൻ അഭയാർത്ഥികളുടെ ചില തെരുവുകളുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ജർമ്മൻ ഒരു അഫ്ഗാൻ അഭയാർത്ഥി ക്യാമ്പിൽ പോയിട്ടൊരു കവിയെ അഭിമുഖം നടത്തുകയും അവരുടെ കവിതകൾ ഒന്ന് വിവർത്തനം ചെയ്തൊക്കെ പ്രസിദ്ധീകരിക്കുക. അങ്ങനെ അതുപോലെ സിറിയൻ അഭയാർത്ഥികൾ, അങ്ങനെ പല ആളുകളെ ഇങ്ങനെ കാണാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അതുകൂടാതെ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും, ചൈനീസ് ശില്പിയും ഒരു ഡോക്യുമെൻ്ററി വിദഗ്ധനുമായിട്ടുള്ള ഓയ് വെയ് എന്ന് പറയുന്ന ഒരു ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹ്യൂമൻ ഫ്ലോ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്ററി ഉണ്ട്, 1.5 മണിക്കൂറോളം ഉള്ള. അത് ഒരു 2015 മുതലുള്ള വളരെ സമഗ്രമായിട്ടുള്ള അഭയാർത്ഥികളുടെ വില, അത് ജഡ്ജ്മെൻറ്റിലും അല്ല. അപ്പോൾ ഈ അഭയാർത്ഥികൾ ഇങ്ങനെ നമ്മുടെ പലരെയും ആളുകളുടെയൊക്കെ വിചാരം, ഇപ്പോൾ ട്രംപൊക്കെ വന്നൊരു കാലമാണ്, ഈ അഭയാർത്ഥികൾ വളരെ സന്തോഷത്തോടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുകയാണ്, സന്തോഷിക്കാനായിട്ട് പോവുകയാണെന്നുള്ളൊരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇതല്ല സത്യത്തിൽ എല്ലാ അവകാശങ്ങളും റദ്ദ് ചെയ്തുകൊണ്ടാണ് അവർ അഭയാർത്ഥി ക്യാമ്പുകളിൽ പോകുന്നത്. ഇപ്പോൾ ഗ്രീസിൽ പോകുന്നൊരു ചിത്രം അതിൽ കാണിക്കുന്നുണ്ട്. ഗ്രീസ് അതിൻ്റെ കവാടാണ്, ഗ്രീസ് ഇവരെ സ്വീകരിക്കില്ല, അവരെ കടത്തിവിടുക മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത്. അവിടെ വന്ന് ഒരാൾ ഒരു മർക്കടമുഷ്ടി കാണിക്കുകയാണെങ്കിൽ പോലും അവിടെയുള്ള അഭയാർത്ഥികൾക്ക് തിരിച്ച്, നമ്മുടെ നാട്ടിലാണെങ്കിൽ അപ്പോൾ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. വളരെ ദയനീയവും നിസ്സഹായവുമായിട്ടൊരവസ്ഥയിൽ നമ്മളാരും അല്ലല്ലോ ഇവിടെ, നമ്മുടെ ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു നിസ്സഹായാവസ്ഥ ആ ഓയ്വയുടെ ഈ ഡോക്യുമെൻ്ററിയിൽ കാണുന്നുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ ഈ ഒരു പ്രമേയത്തിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ ട്രിഗർ എന്ന് പറയാവുന്നത് അതായിരിക്കുമെന്നാണ് എൻ്റെ തോന്നൽ. അപ്പോൾ ഈ പല സ്ഥലത്തുള്ള സന്ദർശനങ്ങളാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. പിന്നെ മലയാളത്തിൽ എന്നല്ല മറ്റൊരു നോവലിൽ ഒരുപക്ഷെ ഇല്ലാത്ത ചിഹ്ന ഭാഷ ഈ നോവലിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് സന്തോഷ് കുമാർ പഠിക്കാനിടയായ സാഹചര്യം എന്താണ്, അത് പഠിച്ചത് വെച്ചിട്ട് അത് ഈ നോവലിൽ അതിസമർത്ഥമായി ഉപയോഗിച്ചിരിക്കുകയാണ്. അതായത് ഗോപാൽ ബറുവയുടെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത ഒരു കാര്യത്തെ തുടർന്നുണ്ടായ അതിശക്തമായ ആത്മനിന്ദയാണ് ഈ നോവലിലെ പ്രധാന പ്രമേയങ്ങളിലൊന്ന്. അപ്പം നമ്മളിലെല്ലാം ഒരു ഗോപാൽ ബറുവയുണ്ട്, നമ്മളിലെല്ലാം ഈ ആത്മനിന്ദയുണ്ട്. ആ ആത്മനിന്ദ ഒരാളോടും നമുക്ക് പറയാൻ പറ്റില്ല. ആ ആത്മനിന്ദ എവിടെയെങ്കിലും ഇറക്കി വെക്കണമെങ്കിൽ അത് ഒരിടത്ത് എഴുതി വെച്ചാൽ വേറൊരാളത് വായിക്കും എന്നുള്ള അസാധാരണമായ ഭീതി നമ്മൾക്കുണ്ട്. അപ്പോൾ ഗോപാൽ ബറുവയെ സംബന്ധിച്ച് ഈ കുറ്റബോധവും ആത്മനിന്ദയും
ഒന്ന് കുമ്പസാരിക്കാൻ ഈ ചിഹ്ന ഭാഷയിലൂടെ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. അപ്പം ഈ കുറ്റബോധം ഇറക്കി വെക്കാൻ വേണ്ടി അതിസമർത്ഥമായി ചിഹ്ന ഭാഷ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ നോവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതും ഞാൻ പറഞ്ഞ പോലെ ഒട്ടും എടുത്തു കാട്ടാതെ ഇതിൻ്റെ സ്വാഭാവികമായൊരു കാര്യമായി സന്തോഷ് കുമാർ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഷ പഠിക്കാനുണ്ടായ സാഹചര്യം എന്താണ്, ഈ ഭാഷ ഇതിൽ ഇങ്ങനെ സമർത്ഥമായി ഉപയോഗിക്കാൻ എങ്ങനെയാണ് പറ്റിയത് എന്ന്. ഈ ഭാഷ സത്യത്തിൽ ഞാൻ പഠിച്ചിട്ടില്ല, ഭാഷ തന്നെയല്ല അത് ആരും പഠിച്ചിട്ടില്ല, ഈ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഈ ഒരു ഡോക്ടർ ഐരാവത മഹാദേവൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിഗ്രാഫിസ്റ്റ് ഉണ്ട്. അത് ഈ ചിഹ്ന ഭാഷകൾ പഠി. അദ്ദേഹം 50 വയസ്സിൽ തൻ്റെ IAS ജീവിതം അവസാനിപ്പിക്കുകയും ലിപികൾ പഠിക്കാനായിട്ട്, ഇനിയും കൺതെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ഹാരപ്പൻ ലിപികൾ പഠിക്കാനായിട്ട് ജീവിതം ഒഴിഞ്ഞു വെക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ്. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരിച്ചുപോയത്, ഒരു 3-4 വർഷം മുമ്പ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി സ്റ്റാലിൻ. നിങ്ങൾ ആരെങ്കിലും ഈ സൈന്ധവ ലിപികൾ പഠിച്ച് അത് തെളിയിക്കുകയാണെങ്കിൽ 8.5 കോടി രൂപ കിട്ടും. അതായത് $1 മില്യൺ മറ്റ് കിട്ടാൻ. സന്തോഷിന് നോക്കാവുന്ന എനിക്ക് പറ്റില്ല. അപ്പോൾ ഈ ലിപി, അപ്പം ഞാൻ ഈ ഐരാവത മഹാദേവൻ, എനിക്ക് ഈ ലിപിയോടൊരു താല്പര്യം വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് ഇങ്ങനെ ആകസ്മികമായിട്ട് ഇത് വായിച്ചിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യരെ ആരോടും പറയാൻ പറ്റാത്ത, സ്വന്തം മനസാക്ഷിയോട് പോലും പറയാൻ സാധിക്കാത്ത ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു തുറന്നു പറച്ചിലിനുള്ള ഒരു വഴി ഏതെങ്കിലും ഒരു വിഭിന്നമായിട്ടുള്ള ഭാഷയാണ്. അപ്പോഴാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ വായിച്ചു വരുന്നത്. നമ്മൾ എഴുത്തുകാരെ എന്ത് വായിക്കുമ്പോഴും അതിൽ നമ്മുടെ ഉള്ളിലൊരു ഉന്നം, എഴുതാൻ പറ്റുമോ, എന്തെങ്കിലും നോവലിന് കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ എന്നുള്ള ഒരു പോക്കറ്റടിക്കാരൻ്റെ ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് ആലോചിക്കുകയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഐരാവത മഹാദേവൻ്റെ ജീവിതവും അദ്ദേഹത്തെ പറ്റിയുള്ള ചില പേപ്പറുകൾ, അദ്ദേഹത്തെ പറ്റി അസ്കർ പർപ്പോള എന്ന് പറഞ്ഞൊരു ഫിന്നിഷ് ആൾ എഴുതിയിട്ടുള്ള ഇതൊക്കെ കുറേ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്. ഇത് കൂടാതെ ഈ ചിഹ്ന ലിപി എഴുതാൻ എനിക്ക് പറ്റില്ല, എന്നെ സംബന്ധിച്ചത് കണ്ടെത്താൻ പറ്റില്ല. അതിനുവേണ്ടി ഞാൻ IIT-യിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു വിദഗ്ധനായിട്ടുള്ള IIT ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ തയ്യാറാക്കുന്ന ഒരു വളരെ, ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല, എൻ്റെ ഒരു സുഹൃത്ത് വഴിക്ക് അദ്ദേഹത്തെ സമീപിക്കുകയും അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എൻ്റെ ബുദ്ധിക്കും കൂടി മനസ്സിലാവുന്ന ഒരു ലിപി വേണം, അത് തയ്യാറാക്കിയപ്പോൾ എനിക്കും ആ ലിപി മനസ്സിലാക്കുന്ന തരത്തിൽ അദ്ദേഹം ഇത് എഴുതി തന്നു എന്നുള്ളതാണ്. ഇത് ഒരു മറ കൊടുത്താണ് അദ്ദേഹത്തിന് വേണ്ടി, ഇദ്ദേഹത്തിൻ്റെ കുറ്റബോധത്തിന് വേണ്ടിയിട്ട്. ഈ നോവല് വളരെ മ്ലാനമായ പശ്ചാത്തലമാണ്. ആ മ്ലാനമായ അതായത് അഭയാർത്ഥി ജീവിതം, അവരുടെ ദുരിതങ്ങൾ, ഗോപാൽ വെറുവ, അദ്ദേഹത്തിൻ്റെ കുറ്റബോധം, അദ്ദേഹം താമസിക്കുന്ന ഏതാണ്ട് ഇടിഞ്ഞു പൊളിയാറായ വലിയൊരു ബംഗ്ലാവ്, അതിൻ്റെ നടുക്കൊരു ആൽമരം, ഇങ്ങനെയെല്ലാം ഏറ്റവും മ്ലാനമായ പശ്ചാത്തലത്തിൽ എഴുതിയൊരു നോവലാണ്. ആ നോവൽ എഴുതാൻ ഈ നോവലിൽ ഉപയോഗിച്ച ഭാഷ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. അതായത് ഒരലങ്കാരങ്ങളുമില്ലാത്ത, ഒരു തൊങ്ങലുമില്ലാത്ത, ഒരാടയാഭരണങ്ങളുമില്ലാത്ത ഒരു ഭാഷ, അതീവ ഹൃദ്യമായി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു ഭാഷയാണ് സന്തോഷ് ഇതിൽ ഉപയോഗിച്ചത്. അത് എങ്ങനെ എത്തി ആ ഭാഷയിലേക്ക് എന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. അത് സ്വാഭാവികമായിട്ട് സാധാരണ നമ്മളൊരു നോവല്, എന്ത് കഥയൊന്നും എഴുതുമ്പോൾ ഒരു ഭാഷയെ പറ്റിയോ അതിൻ്റെ ഫോമിനെ പറ്റിയോ ഞാൻ അധികം ഉത്കണ്ഠ വെച്ച് പുലർത്താറില്ല. അത് എൻ്റെ ഒരു വിഷയമല്ലാന്ന് തോന്നുന്നു. ഞാൻ പരമാവധി പരീക്ഷണങ്ങൾക്ക് പോകാത്ത ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന, എനിക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് എൻ്റെ കഥയുടെ ആദ്യ ഭാഗങ്ങൾ, ആദ്യ അധ്യായം അല്ലെങ്കിൽ ആദ്യ ഖണ്ഡിക, അതിനുവേണ്ടി വളരെയധികം പണിപ്പെടും. അതെനിക്ക് പിന്നീട് വായിച്ചാലും വിരസമാവാത്ത രീതിയിലാക്കിയതിന് ശേഷം ഇത് തുടങ്ങുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും ഈ ഇത് മ്ലാനമായിട്ടുള്ള അതെൻ്റെ ഒരു ഇഷ്ടം അതാണ്. വളരെ ഗ്ലൂമി ആയിട്ടുള്ള രീതിയിൽ കഥ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഒരു തോന്നൽ വളരെ ട്രാജിക്കായിട്ടുള്ള സിറ്റുവേഷൻസാണ് എപ്പോഴും സാന്ദ്രമായിട്ട് ഇരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും അപൂർവമായി കടന്ന ചില ഹ്യൂമറുള്ള ചില സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് എന്നെ പിന്നീട് എന്നെ തൃപ്തിപ്പെടുത്തുന്നില്ല. പലരും അങ്ങനെ പറയുമ്പോൾ അങ്ങനെയല്ല, അത് ഓരോരുത്തരും ഇഷ്ടമാണ്. പക്ഷേ ഒരു റൈറ്റർ എന്നുള്ള നിലയ്ക്ക് എന്നെ എപ്പോഴും ആകർഷിക്കുന്നത് ഈ ഒരു ദുരന്ത സ്വഭാവമുള്ള പ്രമേയങ്ങളും അതിനുപയോഗിക്കുന്ന ഒരു വിഷാദാത്മകമായിട്ടുള്ള ഭാഷയുമാണ് എന്നുള്ളതാണ് എൻ്റെ സത്യം. എനിക്ക് മറ്റു ചില കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ സമയം ഏതാണ്ട് ഒരു 10 മിനിറ്റ് അല്ലേ, 5 മിനിറ്റ്. ക്വസ്റ്റ്യൻസ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒഴിവാക്കി. അതായത് 2-3 കാര്യങ്ങൾ.
അത് പറയാതെ പോകാൻ പറ്റില്ല. ഒന്ന്, ഈ നോവല് അതീവ ദുരിതം നിറഞ്ഞ കുറേ ആളുകളുടെ ജീവിതം, അഭയാർത്ഥി ജീവിതം ആവിഷ്കരിക്കുന്ന നോവലാണെങ്കിലും വലിയ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഈ നോവലിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രമുണ്ട്. അതാണ് തപോമയി. തപോമയിയുടെ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഈ അഭയാർത്ഥി ക്യാമ്പ് വെള്ളത്തിൽ മുങ്ങുന്നു, അഭയാർത്ഥി ക്യാമ്പ് തീ പിടിക്കുന്നു, ആ അഭയാർത്ഥി ക്യാമ്പിലെ ആളുകൾക്കെതിരായിട്ടുള്ള പ്രചരണങ്ങൾ നടക്കുന്നു. ഇതെല്ലാം സമചിത്തതയോടുകൂടി പ്രസന്നവദനായി നേരിടുന്ന ഒരു കഥാപാത്രമാണ് തപോമയി. അപ്പം നോവലിൽ ഒരു വലിയ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നോവല് മുമ്പോട്ട് പോകുന്നുണ്ട് എന്ന് ഒരു കാര്യം. മറ്റൊന്ന്, ഈ നോവലിലെ സ്ത്രീ കഥാപാത്രങ്ങളാണ്. തപോമയിയുടെ അച്ഛൻ എന്ന പോലെ തന്നെ തപോമയിയുടെ അമ്മയെന്നും ഈ നോവലിന് വേണേൽ പേരിടാം. കാരണം ഈ സുമന ഒരു അഭയാർത്ഥി ജീവിതത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും ഏറ്റുവാങ്ങിയ ഒരു സ്ത്രീയാണ്. പക്ഷേ അവരുടെ ആത്മാഭിമാനം, ആ ആത്മാഭിമാനം എന്ന് പറയുന്നത് അസാമാന്യമായ ഒരു ആത്മാഭിമാനമാണ്. അതായത് നിരക്ഷരയാണ്, ഏറ്റവും ദരിദ്രമായ ചുറ്റുപാടുകളിൽ ജനിക്കുകയും ദരിദ്രമായ ചുറ്റുപാടുകളിൽ മാത്രം വളരുകയും ചെയ്തു. അഭയാർത്ഥി ക്യാമ്പിൽ എല്ലാവിധ പീഡനങ്ങളും ഇരയായി. എന്നിട്ടും അവരുടെ ആ അസാമാന്യമായ ആത്മവിശ്വാസമുണ്ട്. അപ്പം അതാണ് അവർ ചോദിക്കുന്ന ചില കാര്യങ്ങളാണ് ഗോപാൽ ബറുവയെ ജീവിതത്തിലുടനീളം പിന്തുടരുന്ന കുറ്റബോധത്തിനിരയാക്കിയ. അതൊന്ന് വായിക്കാതിരിക്കാൻ പറ്റില്ല. അത് ഞാനൊന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കുകയാണ്. ഇവിടെ ഈ നോവല് വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും അത് പ്രയോജനപ്പെടും എന്ന് കരുതിയിട്ടാണ് ഞാനതൊന്ന് വായിക്കാനുള്ള സമയം എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കാം. ഇതാണ് ഗോപാൽ ബർവയുടെ ആത്മനിന്ദയ്ക്ക് അടിസ്ഥാനമായ കാര്യങ്ങൾ. 2 കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു രണ്ടാമത്തെ കാര്യമാണ് ഇതിൽ പറയുന്നത്. നോവലിൻ്റെ 314 പേജ്. ആ ഒരൊറ്റ നിമിഷം, ഒരേ ഒരു നിമിഷം, അതായിരുന്നു പിൽക്കാലത്തെ എൻ്റെ ജീവിതം. അതിൻ്റെ ഭാരം എന്നെ അമർത്തിക്കൊണ്ടിരുന്നു. കുറിയ മരങ്ങൾ കാവൽ നിന്ന ഒരു ദ്വീപ് മാഞ്ഞു പോയിരിക്കുന്നു. അതിൽ അവശേഷിച്ച ശിലാശിഖരത്തിൽ മരണം കാത്തു നിൽക്കുന്ന 2 നിഴലുകൾ. ഒന്ന് ശ്യാമൾദായും അദ്ദേഹത്തിൻ്റെ സഹചാരിയുമായ നായുമാണ് ഈ മരണം കാത്തു നിൽക്കുന്ന 2 നിഴലുകൾ. ചുറ്റും മഴ പെയ്യുകയാണ്, അവസാനിക്കാത്ത മഴ. ഏതോ പ്രാചീന കാലത്ത് തുടങ്ങുകയും ഒരിക്കലും അവസാനിക്കാതിരിക്കുകയും ചെയ്യുന്ന മഴ. അതിലേക്ക് പകച്ചു നോക്കി നിൽക്കുകയല്ലാതെ ഈ ജീവിതത്തിൽ മറ്റെന്ത്? എന്നാലും അത് മറക്കാനായിരുന്നു എൻ്റെ ശ്രമം. ആ കണ്ണുകളിലെ വേദന നിറഞ്ഞ പരിഹാസം ഞാൻ മാത്രമേ അറിഞ്ഞുള്ളൂ എന്നതായിരുന്നു എൻ്റെ ആശ്വാസം. കാലക്രമത്തിൽ ഞാനത് മറന്നുകളയുകയും ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ സ്വയം വിശ്വസിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അടുത്തത്. എന്നാലിപ്പോൾ ഏതോ ദുരൂഹമായ ചിഹ്നഭാഷ നിർദ്ധാരണം ചെയ്യും മട്ടിൽ അവളിതാ എൻ്റെ ജീവിതത്തെ തുറന്നു വായിക്കുന്നു. നിരക്ഷരയായ ഒരു സ്ത്രീയുടെ കാര്യമായി പറയുന്നത്. ഏതോ ദുരൂഹമായ ചിഹ്നഭാഷ നിർദ്ധാരണം ചെയ്യുന്ന രീതിയിൽ ചെയ്യും മട്ടിൽ അവളിതാ എൻ്റെ ജീവിതത്തെ തുറന്നു വായിക്കുന്നു. എൻ്റെ ഗോപുരങ്ങൾ തകർന്നു വീണു. ചെയ്യുന്നതല്ല, ചിലപ്പോഴെങ്കിലും ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കുറ്റം ഗോപാൽ. അത് നിനക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നിനക്കേ മനസ്സിലാവുകയുള്ളൂ. ക്യാമ്പിലെ മുഖമില്ലാത്ത മനുഷ്യരെന്നെ ആക്രമിച്ചു. എൻ്റെ ശരീരം അപ്പോഴും എനിക്ക് പ്രശ്നമായിരുന്നില്ല. പക്ഷേ ചോര വാർന്ന് അയാൾ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ ഭയന്നിരുന്നു. നീയാകട്ടെ ആ ഇരുട്ടിൻ്റെ മനുഷ്യരുടെ ഛായ ഒരു കുഞ്ഞിൽ കാണുമെന്ന് സംശയിച്ചു. തപോമയെക്കുറിച്ചാണ് പറയുന്നത്, അവരുടെ മകൻ. സത്യത്തിൽ അവന് സ്വന്തം ഛായയായിരുന്നെങ്കിൽ നീ കൂടുതൽ ലജ്ജിക്കണമായിരുന്നു ഗോപാൽ. അതിനുശേഷം അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ തോളിൽ പിടിച്ച് കണ്ണുകളിൽ നോക്കി നിർദ്ദയമായ നിസ്സംഗതയോടെ എന്നോട് ചോദിച്ചു, സത്യത്തിൽ തോണിയിലിരുന്ന് നീ അദ്ദേഹത്തെ കണ്ടോ? ഡിഡ് യു സീ ഹിം ഫ്രം ദ ബോട്ട്? ഞാൻ ഒന്നും മിണ്ടിയില്ല. അവൾ ജനാലയിലൂടെ കാർക്കിച്ചു തുപ്പി. അതുവഴി അവൾ എൻ്റെ ജീവിതത്തെ പുറത്തു കളയുകയായിരുന്നെന്ന് എനിക്ക് തോന്നി. പിന്നെ കുഞ്ഞിനെയും എടുത്ത് പതുക്കെ 3 നിലകളും ഇറങ്ങി നടന്നുപോയി. അന്നു മുതൽ ആ പഴയ മഴയുടെ ഇരമ്പം ഞാൻ വീണ്ടും കേട്ടു. എൻ്റെ കൂടാരങ്ങൾ അതിൽ ചോർന്നൊലിക്കുകയും ഞാൻ നനഞ്ഞ് കുതിരുകയും ചെയ്തു. ഇടയ്ക്കെല്ലാം ആ ചോദ്യത്തിൻ്റെ ഇടമുഴക്കങ്ങളുണ്ടായി. തോണിയിലിരുന്ന് നീ അയാളെ കണ്ടുവോ? ആ മഴ പിന്നീട് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്നും പെയ്തൊഴുകയുണ്ടായില്ല. ഇതാണ് ഈ നോവലിലെ ഏറ്റവും ഡിസിസീവായിട്ടുള്ള
വാചകങ്ങൾ. ഗോപാൽ ബർവിയുടെ കുറ്റബോധത്തിന് അടിസ്ഥാനം, അതായത് ഈ പിന്നീട് അയാൾ കല്യാണം കഴിച്ച സുമനയുടെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നതും ആ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ തിരിച്ചു വരുന്നതുമാണ് അതിൻ്റെ പശ്ചാത്തലം. അത് നോവല് വായിച്ചിട്ടില്ലാത്തവർ അത് വായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് അസാധാരണമായൊരു നോവലാണ്. അസാധാരണമായ ഈ നോവൽ ഇനി വളരെ കൂടുതലായി ശ്രദ്ധിക്കപ്പെടാൻ പോവുകയാണ്. മലയാളത്തിൽ പരീക്ഷണ നോവലുകളുടെ ഒരു കാലമാണ്. ആ നോവലുകളുടെ കൂട്ടത്തിൽ കിരീടം വെച്ച് നിൽക്കുന്ന ഒരു നോവലാണിത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിന് എത്രയും വേഗം ഒരു ഇംഗ്ലീഷ് വിവർത്തനം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഫെഡറൽ ബാങ്കിൻ്റെ പുരസ്കാരം ആദ്യത്തേത് മാത്രമാണ്. ഇനിയും ഒട്ടനവധി പുരസ്കാരങ്ങൾ ഈ നോവലിനെ തേടി വരാൻ പോവുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ വായിച്ചത് അതിൻ്റെ ഏറ്റവും കേന്ദ്ര പ്രമേയമാണ്. അതിലേക്ക് എങ്ങനെയാണ് ഇദ്ദേഹം എത്തിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് ഈ നോവലിൻ്റെ ഒരു ഒറ്റ വൺ ലൈൻ എന്നൊക്കെ നമ്മൾ സിനിമക്കാർ പറയുന്നത്. അതിൽ നിന്നാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. ഈ നോവലിൻ്റെ വിഷ്വൽ അതാണ്. അവിടെ നിന്ന് പിന്നെ വിവിധ ശാഖകളിലേക്ക് പതുക്കെ പതുക്കെ പടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ ഒരു വാക്കുകൾ അനുഗ്രഹമായിട്ട് സ്വീകരിക്കുന്നു. എൻ്റെ ഗുരുക്കന്മാരായിട്ടുള്ള എഴുത്തുകാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരോടൊക്കെയുള്ള ഈ ഒരു സദസ്സിന് നമ്മുടെ ശിരസ്കരായി നന്ദി ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. എല്ലാവർക്കും നന്ദി. എനിക്ക് മറ്റു ചില ഈ വാക്കുകൾ കോയിൻ ചെയ്തതിനെയൊക്കെ കുറിച്ച് പറയണമെന്നുണ്ട്. അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതിന് അവസരം തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. വളരെയധികം നന്ദി.